നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യ പൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ 2024 ജനുവരി മാസം 28-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 3-ാം തീയതി വരെയുള്ള കാലയളവിൽ ഗ്രഹങ്ങളുടെ വിന്യാസത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫെബ്രുവരി മാസം 1-ാം തീയതി ബുധൻ മകരം രാശിയിലേക്ക് കടക്കും. ശുഭദിനങ്ങൾ നിറഞ്ഞ ഈ ആഴ്ചയിൽ ചില രാശിക്കാർക്ക് അത്യപൂർവമായ ചില നേട്ടങ്ങൾ വന്നു ചേരും. ഈ സമയത്ത് 12 രാശിക്കാർക്കും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് ജോലിസ്ഥലത്ത് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ മനോഭാവം ഉന്നത ഉദ്യോഗസ്ഥരെ അതൃപ്തിപ്പെടുത്തിയേക്കാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ റിസ്ക് പിടിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഈ സമയത്ത് നിങ്ങൾ വളരെ വിവേകത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബജീവിതത്തിലെ സാഹചര്യങ്ങൾ സമ്മർദ്ദപൂരിതമായിരിക്കും. നിങ്ങളുടെ ദേഷ്യ സ്വഭാവം അകറ്റി നിർത്തുക. എല്ലാവരോടും നന്നായി പെരുമാറുക. എന്നാൽ ഈ ആഴ്ചയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതായിരിക്കും. കൂടാതെ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് പരിപൂർണ പിന്തുണ ലഭിക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ധാരാളം പുതിയ അവസരങ്ങൾ നിറഞ്ഞ ഒരു സമയമായിരിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ പുതിയ മാർഗങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പണം ലാഭിക്കാൻ കഴിയും. കൂടാതെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള നല്ല നല്ല അവസരങ്ങളും ലഭിക്കും. ജോലിയെക്കുറിച്ച് പറയുമ്പോൾ ഈ കാലയളവിൽ ജോലിഭാരം അല്പം കൂടുതലായിരിക്കും. എന്നാൽ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും സഹായത്തോടെ നിങ്ങൾക്ക് എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ കഴിയും. അതിൻ്റെ ശരിയായ ഫലം ഉടൻ തന്നെ ലഭിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ വീട്ടിലെ അന്തരീക്ഷം വളരെ മികച്ചതായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ മാതാപിതാക്കൾ വളരെയധികം സന്തുഷ്ടരായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനം മൂലം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടതാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയും. ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച വളരെ നല്ല സൂചനകൾ ലഭിക്കും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. ബിസിനസ്സുകാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി കണ്ടേക്കും. കുടുംബജീവിതത്തിലെ സാഹചര്യങ്ങൾ സന്തോഷകരമായിരിക്കും. ഈ കാലയളവിൽ നിങ്ങൾ കുടുംബാംഗങ്ങളുമായി വളരെ നല്ല ഒരു സമയം ചെലവഴിക്കും. കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വളരെ കാലമായി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിയമോപദേശം തേടാനുള്ള ശരിയായ സമയമാണിത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടക കൂറിൽ ജനിച്ചവർക്ക് കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാവും. നിങ്ങളുടെ വീടിൻ്റെ പരിസ്ഥിതി മെച്ചപ്പെടും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്കാകും. കരിയറുമായി ബന്ധപ്പെട്ട ചില പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും. പരിചയസമ്പന്നനായ ഒരാളിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വരുമാനം മനസ്സിൽ വച്ചുകൊണ്ട് മാത്രം നിങ്ങൾ പണം ചെലവഴിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് വായ്പ എടുക്കുകയോ പണം കടം വാങ്ങുകയോ ചെയ്യേണ്ടി വരും. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടരുത്. ഓഫീസിൽ നിങ്ങൾ വളരെ വിവേകത്തോടെ പ്രവർത്തിക്കണം. അല്ലാത്തപക്ഷം നിങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് ചാടിയേക്കാം. ഈ സമയം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അതിനാൽ നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ ഈ 7 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് പഴയ കടങ്ങളിൽ നിന്നും മുക്തി നേടാനാകും. ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ധാരാളം നല്ല അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. കൂടാതെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഐക്യമുണ്ടാവും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച സാമ്പത്തികപരമായി വളരെയധികം മികച്ചതായിരിക്കും. നിങ്ങൾ വിവേകത്തോടെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും.
ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് ഓഫറുകൾ ലഭിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ജോലിഭാരം കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും പരിപൂർണ പിന്തുണ ലഭിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഈ കാലയളവിൽ നിങ്ങളുടെ പങ്കാളിയുടെ മാനസികാവസ്ഥ കുറച്ച് മോശമായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായി ധാരാളം നല്ല അവസരങ്ങൾ ലഭിക്കും. ഈ കാലയളവിലെ ഗ്രഹങ്ങളുടെ ശുഭസ്ഥാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. വ്യക്തിപരമായും ഔദ്യോഗികപരമായും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ തന്നെ ലഭിക്കും. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. കച്ചവടക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഈ സമയത്ത് ഒരു പുതിയ ബിസിനസ്സിൽ ഭാഗ്യം പരീക്ഷിക്കുന്നതും നിങ്ങൾ പരിഗണിച്ചേക്കും. വീട്ടിലെ അന്തരീക്ഷം വളരെയധികം നല്ലതായിരിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വൈകാരികമായ പിന്തുണ ലഭിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ മാധുര്യം വർദ്ധിക്കും. കൂടാതെ ആരോഗ്യപരമായി നിങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെയുള്ള വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് പണത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച വളരെ ചെലവേറിയതായിരിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില വലിയ ബില്ലുകൾ അടയ്ക്കേണ്ടി വന്നേക്കാം. കൂടാതെ ഏതെങ്കിലും പഴയ വായ്പയും തിരിച്ചടയ്ക്കേണ്ടി വന്നേക്കാം. ജോലിയെക്കുറിച്ച് നിങ്ങൾ വളരെയധികം വിഷമിക്കും. എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നില്ലെങ്കിൽ പോസിറ്റീവായി തന്നെ തുടരുക. നിങ്ങളുടെ കഠിനാധ്വാനം വെറുതെയാവില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ തെറ്റായ പെരുമാറ്റം നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ സമയം നിങ്ങൾക്ക് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് കാലാവസ്ഥാജന്യ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുമുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ധനുക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച വളരെ ഭാഗ്യദായകമായിരിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പരിപൂർണ പിന്തുണ ലഭിക്കും. നിങ്ങളുടെ പല സാമ്പത്തിക പ്രശ്നങ്ങളും അവസാനിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം. ഈ സമയം മാതാപിതാക്കളുമായുള്ള ബന്ധം വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ, ഒരു പ്രണയവിവാഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അംഗീകാരം ലഭിക്കും. വിദേശത്തേക്ക് പോകാനും ജോലി നേടാനുമുള്ള നിങ്ങളുടെ സ്വപ്നം ഉടൻ പൂർത്തീകരിക്കും. കൂടാതെ ഈ സമയത്ത് നിങ്ങൾക്ക് ധാരാളം നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവരുടെ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജോലിയെയും ബാധിച്ചേക്കാം. ഈ കാലയളവിൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി അനുഭവപ്പെടും. ആകുലതകളെല്ലാം മറന്ന് പുതിയൊരു തുടക്കമിടാൻ ശ്രമിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. ഈ ആഴ്ചയുടെ മധ്യത്തിൽ പണത്തിൻ്റെ അഭാവം മൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കപ്പെട്ടേക്കാം. ജോലിയായാലും ബിസിനസ് ആയാലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. സമൂഹത്തിനു വേണ്ടി നിങ്ങളുടെ ഏറ്റവും മികച്ചത് തന്നെ നൽകാൻ നിങ്ങൾ ശ്രമിക്കുക. കൂടാതെ ഈ സമയത്ത് നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായി വളരെ ക്ഷീണം അനുഭവപ്പെടും. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ച് വിജയം ലഭിക്കില്ല. വിജയം നേടാൻ നിങ്ങൾ കഠിനാധ്വാനം കൂടി ചെയ്യേണ്ടതാണ്. ഓഫീസിൽ നിങ്ങളുടെ ചെറിയ ജോലികൾ പോലും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടി വരും. ഈ കാലയളവിൽ നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ തന്നെ ലഭിക്കും. ചെറുകിട വ്യവസായികൾക്ക് ഇത് നല്ല സമയമാണ്. നിങ്ങളുടെ സ്റ്റോക്ക് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിവേകത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ഭക്ഷണശീലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് ജോലിയുടെ കാര്യത്തിൽ ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ഓഫീസിൽ അധിക ജോലികൾ ചെയ്യേണ്ടി വന്നേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഏറ്റവും മികച്ചത് തന്നെ നൽകാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക. നിങ്ങൾ തൊഴിലില്ലാത്തവരും ജോലി അന്വേഷിക്കുന്നവരുമാണെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങൾ വേഗത്തിലാക്കുക. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർ പണത്തിൻ്റെ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. ഈ കാലയളവിൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും 2 തവണ ചിന്തിക്കാതെ ചെയ്യരുത്. ദാമ്പത്യ ജീവിതത്തിൽ ഭിന്നത വർദ്ധിക്കും. നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ കയ്പുണ്ടായേക്കും.
എല്ലാ കാര്യത്തിലും വൈകാരികമായി നിങ്ങൾക്ക് അല്പം ബലഹീനത അനുഭവപ്പെടും. ഈ സമയത്ത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.